Calculate the speed of light in a medium. Calculate the speed of light in a medium whose critical angle is 30 degree. Whose critical angle is 30 degree. Okay, calculate the speed of light in a medium whose critical angle is 30 degree. Okay. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്പീഡ് ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിട്ടിക്കൽ ആംഗിൾ നമുക്ക് എത്രയാന്ന് തന്നിട്ടുണ്ട്? 30 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചത്? സൈൻ സി ഈക്വൽ ടു 1/n21 അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ സി ഈക്വൽ ടു 1/n21 എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ n2/n1 1/n2n1 എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? n1/n2 സൈൻ സി ഈക്വൽ ടു 1/n21. ഇക്വേഷൻ അറിയില്ലെങ്കിൽ ബോക്സ് ചെയ്തിട്ടോട്ടാ. ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഇക്വേഷൻ ആണ് സൈൻ സി ഈക്വൽ ടു 1/n21. ഓക്കെ, ഇതിന് നമുക്ക് ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് 1 ആയിട്ട് എടുക്കാം. സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആയിട്ടും എടുക്കാം. അങ്ങനെ നമ്മൾ എടുത്ത് ഇമാജിൻ ചെയ്ത് വേണം ചെയ്യാൻ. ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 ഈക്വൽ ടു 1 ആയിട്ട് എടുക്കുന്നു, n2 ഈക്വൽ ടു n ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ സി ഈക്വൽ ടു 1/n എന്ന് എഴുതാം. ഓക്കെ, 1/n. ഇനി നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതല്ലേ? n ഈക്വൽ ടു എന്താ? c/v അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സൈൻ സി ഈക്വൽ ടു 1/n എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? v/c. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? സ്പീഡ് ഓഫ് ലൈറ്റിന്റെ മീഡിയം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ v ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. v ഈക്വൽ ടു എങ്ങനെ വരും? സൈൻ സി ഇൻറ്റു സി. സിയുടെ വാല്യൂ എന്താ? അച്ചിന്ത് പറഞ്ഞേ, സിയുടെ വാല്യൂ എന്തായിരിക്കും? സിയുടെ വാല്യൂ എന്താ? 3 × 10⁸. അപ്പൊ എങ്ങനെ വരും? v ഈക്വൽ ടു സൈൻ സി എന്ന് പറയുന്നത് സൈൻ 30 ഇൻറ്റു സിയുടെ വാല്യൂ 3 × 10⁸. ഓക്കെ, വേഗം സോൾവ് ചെയ്തേ. മനസ്സിലാവാത്ത കിട്ടിയാ? ദേവക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. മനസ്സിലായ? ഓക്കെ, ഏതാണ്? സൈൻ സി ഇൻറ്റു സി. ഇനി സിയുടെ വാല്യൂ കൊടുക്ക്. ക്രിട്ടിക്കൽ ആംഗിൾ നോക്കിക്കേ. ക്രിട്ടിക്കൽ ആംഗിൾ 30 ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. പിന്നെ ഡയറക്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സാറൊക്കെ മനസ്സിലായ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലേ? ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഇക്വേഷൻ അറിയില്ലെങ്കിൽ ഒന്ന് ബോക്സ് ചെയ്ത് വെച്ചോട്ടെ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒന്നും ചെയ്യാനില്ല. അപ്പൊ 1/n21 എന്നല്ലേ പറഞ്ഞേക്കുന്നത്? n21 എന്ന് പറയുന്നത് എന്താ? n2/n1. അപ്പൊ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ n1/n2 ആവും. ഇതിനെ നമ്മൾ അങ്ങനെ സോൾവ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് മീഡിയത്തിന് 1 ആയിട്ടും സെക്കൻഡ് മീഡിയത്തിന് n ആയിട്ടും എടുത്തു. ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഏതാടാ? നമുക്കിപ്പോ ഇങ്ങനെ ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മീഡിയം 1 ആയിട്ടും സെക്കൻഡ് മീഡിയം n ആയിട്ടും എടുത്ത് ചെയ്താൽ മതി. കിട്ടി? സോ അതിങ്ങോട്ട് കിട്ടി. യൂണിറ്റ് എന്താ? യൂണിറ്റ് എടു. ജെഫ്രിന് കിട്ടിയാ? ചെയ്ത ക്വസ്റ്റ്യൻ എഴുതിക്കേ. ബുക്ക് എടുത്തില്ലേ? നേരത്തെ എഴുതിയ ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? കുഴപ്പമില്ല, നീ ഇപ്പൊ തൽക്കാലം ഏതിലെങ്കിലും എഴുതും. അല്ല, പേപ്പറിലായിരിക്കും എഴുതിയത്. ഓക്കെ, ക്വസ്റ്റ്യൻ പറയാം ഞാൻ. ക്വസ്റ്റ്യൻ എഴുത്. Calculate the speed of light in a medium. Calculate the speed of light in a medium whose critical angle is 30 degree. Whose critical angle is 30 degree. 30 degree. Critical angle is 30 degree. Okay, question അത്രേ ഉള്ളൂ. ഇനി ആ ഇക്വേഷൻ ഏതൊക്കെ? ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഇക്വേഷൻ ഏതൊക്കെ? സൈൻ സി ഈക്വൽ ടു 1/n21. 1/n21 അതാണ് ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ n21 എന്ന് പറയുന്നത് എന്താ? n21 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n2 ഇത് കണ്ട n21 എന്ന് എഴുതിയേക്കുന്ന കണ്ട. n21 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? n2/n1. ഇവിടെ 1/, പറഞ്ഞിരിക്കുന്നത്. റെസിപ്രോക്കൽ ഓഫ് n21. അപ്പൊ നേരെ തിരിച്ച് എന്ത് വരും? n1/n2. n21 സൈൻ സി ഈക്വൽ ടു n21 എന്നായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം?
സൈൻ സി ഈക്വൽ ടു n21 എന്നായിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? n2/n1 എന്ന് എഴുതാം. ഇത് 1/n21 അപ്പൊ നേരെ തിരിച്ച് n1/n2 എന്ന് വരും. ഓക്കെ, ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയിട്ട് എടുത്ത് സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആയിട്ട് എടുത്ത് ജസ്റ്റ്. ഇനി അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. n ഈക്വൽ ടു c/v ആണെന്ന് നമുക്കറിയാലോ. c/v ആണെന്ന് അറിയാം. ഇവിടെ 1/n എന്നാ പറയുന്നത്. അപ്പൊ നേരെ തിരിച്ചു വരും. എങ്ങനെ വരും? v/c എന്ന് വരും. v/c. അപ്പൊ സൈൻ സി ഈക്വൽ ടു v/c എന്ന് പറയാം. നമുക്ക് v ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ v ഈക്വൽ ടു സൈൻ സി ഇൻറ്റു സി. സിയുടെ വാല്യൂ വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁸ m/s. സൈൻ സി, സിയുടെ വാല്യൂ 30 ഡിഗ്രി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആൻസർ കിട്ടും. ഓക്കെ, കിട്ടില്ലേ ഗൗരിക്ക്? കിട്ടിയാ ആൻസർ? 1.5 അല്ലേ? 1.5 × 10⁸ m/s. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. എഴുതിക്കോ. എ പേഴ്സൺ വിത്ത് നോർമൽ നിയർ പോയിന്റ്, എ പേഴ്സൺ വിത്ത് നോർമൽ നിയർ പോയിന്റ്, എ പേഴ്സൺ വിത്ത് നോർമൽ നിയർ പോയിന്റ്, എ പേഴ്സൺ വിത്ത് നോർമൽ നിയർ പോയിന്റ് ബ്രാക്കറ്റിൽ 25 സെന്റിമീറ്റർ എന്ന് കൊടുത്തോ. 25 സെന്റിമീറ്റർ. Using a compound microscope, using a compound microscope, using a compound microscope with objective of focal length, with objective of focal length, with objective of focal length 8 millimeter. ഒബ്ജക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒബ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കുക. ഒബ്ജക്റ്റീവ് ഓഫ് ഫോക്കൽ ലെങ്ത്, ഒബ്ജക്റ്റീവ് ഫോക്കൽ ലെങ്ത്, ഒബ്ജക്റ്റീവ് ലെൻസ് ആണെന്ന് മീൻ ചെയ്യാം. ഓക്കെ, ഒബ്ജക്റ്റീവ് ഓഫ് ഫോക്കൽ ലെങ്ത് 8 millimeter, 8 millimeter. നീ വേണമെങ്കിൽ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് എഴുതിക്കോ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. ആൻഡ് ഐ പീസ് ഓഫ് ഫോക്കൽ ലെങ്ത്, ഐ പീസ് ഓഫ് ഫോക്കൽ ലെങ്ത് 2.5 centimeter, 2.5 centimeter, 2.5 centimeter can bring an object, can bring an object, can bring an object placed at 9 millimeter, placed at 9 millimeter, placed at 9 millimeter from the objective, from the objective, അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. From the objective in sharp focus, in sharp focus, full stop, sharp focus. What is the separation between the two lenses? What is the separation between the two lenses? What is the separation between the two lenses? And calculating the magnifying power of microscope, magnifying power of microscope, magnification കണ്ടുപിടിച്ചാൽ മതി. Calculating the magnification of microscope. ഓൺലൈൻ വെച്ചിട്ട് ആരും വന്നില്ല, അതുകൊണ്ട് ഓഫ് ചെയ്തതാ. ഓക്കെ, ചെയ്തോ? ഒന്ന് വായിച്ചു നോക്കിട്ട് ചെയ്തേ. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? കുറച്ച് വലിയ ക്വസ്റ്റ്യൻ തന്നാ പണി കഴിഞ്ഞു. ഞാൻ ചെയ്യും. ഓക്കെ, ചെയ്താ? ക്വസ്റ്റ്യൻ ചെയ്താ? കിട്ടണില്ല. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഫിഗർ ഒന്ന് വരച്ചേ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വരക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? അതൊന്ന് വരച്ചേ. എത്ര ലെൻസ് ഉണ്ടാവും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്?
2 ലെൻസ്. ആ ഫിഗർ ഒന്ന് വരക്കാം, അപ്പൊ തന്നെ നമുക്ക് കിട്ടും, കുറച്ച് കിട്ടും. ഇതൊക്കെ സബ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. മെയിൻ ആയിട്ട് ഇതിൽ ചോദിക്കുന്നത് ഡെറിവേഷൻ ആയിരിക്കും. എന്നാലും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ചെയ്യിക്കുന്നു എന്നേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഇതിൽ ചോദിക്കാൻ പോകുന്നത് ഡെറിവേഷൻ ആയിരിക്കും കേട്ടോ. സൗരഭ് അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. എ പേഴ്സൺ വിത്ത് നോർമൽ നിയർ പോയിന്റ്, എ പേഴ്സൺ വിത്ത് നോർമൽ നിയർ പോയിന്റ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ചെയ്യാവേ. എന്തെങ്കിലും ക്ലൂ പറഞ്ഞേനോ ചെയ്യാൻ പറ്റും, അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ ആണ്. അനന്തുവിന് കിട്ടിയാ ചെയ്യാനുള്ള ഐഡിയ എങ്ങനെയാന്ന് കിട്ടിയാ? ഓക്കെ, സിമ്പിൾ ആയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഫിഗർ ഒന്ന് വരക്കുക. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്? വാട്ട് ഇസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ 2 ലെൻസസ്? ക്വസ്റ്റ്യൻ ഞാൻ പറയാട്ടോ, സൗരഭ് ഒന്ന് വെയിറ്റ് ചെയ്യണേ, ക്വസ്റ്റ്യൻ പറയാവേ. ഓക്കെ, ഞാൻ റഫ് ആയിട്ടാണ് വരക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ട് ഫിഗർ വരക്കണം ഞാൻ നോക്കുമ്പോൾ. ഡെറിവേഷനും കൂടിയാണ് നമ്മൾ ഇതിൽ ചെയ്തു പോകാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡെറിവേഷൻ വരക്കുമ്പോൾ കറക്റ്റ് നീറ്റ് ആയിട്ട് സ്കെയിലും പെൻസിലും യൂസ് ചെയ്ത് തന്നെ വരക്കുക. ഇതിൽ നിന്ന് ഡെറിവേഷൻ ആയിരിക്കും, മാർക്ക് കളയരുത്. സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്, പക്ഷെ ആരും പഠിക്കാറില്ല. ഡെറിവേഷൻ ആയതുകൊണ്ട് പഠിക്കാറില്ല. വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്തായാലും മാർക്ക് പോവില്ല. ഒരു ഡെറിവേഷൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ആ ഫിഗർ ഒന്ന് ഞാൻ റഫ് ആയിട്ട് വരക്കണേ, നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് വരക്കണം കേട്ടോ. ഒരു ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാവും, ഒരു ഐ പീസ് ലെൻസ് ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് റേ ഫോക്കസിൽ കൂടെ പാസ് ചെയ്തു പോകും. സെക്കൻഡ് റേ, ഒബ്ജക്റ്റീവ് എന്നുള്ള സെക്കൻഡ് റേ സെന്ററിൽ കൂടെ പാസ് ചെയ്തോ, ഒപ്റ്റിക് സെന്ററിൽ കൂടെ പാസ് ചെയ്തോ, നമുക്ക് ഇവിടെ ഇമേജ് കിട്ടും. ഓക്കെ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അറിയില്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. നമുക്ക് 2 ലെൻസ് ഉണ്ടാവും. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് 2 ലെൻസ് ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റീവ് ലെൻസും ഒരു ഐ പീസ് ലെൻസും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഒബ്ജക്റ്റ് ഇവിടെ വെച്ചു. ഒബ്ജക്റ്റിൽ നിന്ന് സേറയും ജെഫ്രിനും ശ്രദ്ധിച്ചോട്ടാ, ഇതെടുത്തപ്പോ ഉണ്ടായിരുന്നില്ലല്ലോ. ഫസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റ് ഇവിടെ വെച്ചു. ഇവിടെ നിന്ന് റേ ഓഫ് ലൈറ്റ് വന്ന് ലെൻസിൽ തട്ടി ഫസ്റ്റ് റേ ഫോക്കസിൽ കൂടെ പാസ് ചെയ്തു പോകുന്നു. സെക്കൻഡ് റേ ഒപ്റ്റിക് സെന്ററിൽ കൂടെ പാസ് ചെയ്തു പോകുന്നു. ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇമേജ് കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെൻസിന്റെ ഇമേജ് കിട്ടുന്നത് ഇവിടെയാണ്. ഇനി സെക്കൻഡ് ലെൻസിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഇമേജ് കിട്ടുള്ളൂ. അപ്പൊ ഈ സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലെൻസിന്റെ ഇമേജ് സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഫസ്റ്റ് ലെൻസിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിന് ഇമേജ് കിട്ടി. ഈ ഇമേജ് സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒബ്ജക്റ്റിൽ നിന്നായിരിക്കും എന്ത് പോകുന്നത്? റേസ് പോകുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് റേസ് പോയി ഫസ്റ്റ് വൺ ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു, സെക്കൻഡ് വൺ ഒപ്റ്റിക് സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഒപ്റ്റിക് സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. ഇത് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കുമ്പോൾ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് വരക്കണം. ഏകദേശം ഈ പോയിന്റിലായിരിക്കും നമുക്ക് ഇമേജ് കിട്ടാൻ പോകുന്നത്. ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ വർക്കിംഗ് ഞാൻ ജസ്റ്റ് റഫ് ആയിട്ട് വരച്ചു എന്നേ ഉള്ളൂ. ഇനി പറഞ്ഞേക്കുന്നത് എന്താ? എ പേഴ്സൺ വിത്ത് നോർമൽ നിയർ പോയിന്റ്. നോർമൽ നിയർ പോയിന്റ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക അത് എന്താ പറഞ്ഞേക്കുന്നത്? ഏതിന്റെ ഡിസ്റ്റൻസ് ആ പറഞ്ഞേക്കുന്നത്? ഡി ഈക്വൽ ടു 25 സെന്റിമീറ്റർ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് വിഷൻ എന്ന് പറഞ്ഞ് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു. അതാണ് ഡിയുടെ ലെങ്ത് ആണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. യൂസിങ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് ഫോക്കൽ ലെങ്ത്. 2 ലെൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, ഐ പീസ് ലെൻസും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന വൃത്തിയായിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് ഫോക്കൽ ലെങ്ത്. ഒബ്ജക്റ്റീവ് ഓഫ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ആരുടെയാണ്? ഇത് ഒബ്ജക്റ്റീവ് ലെൻസ്, ഇത് ഐ പീസ് ലെൻസ്. ഒബ്ജക്റ്റീവ് ഓഫ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ആരുടെ ഫോക്കൽ ലെങ്ത് തന്നിരിക്കുന്നത്? ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ഓഫ് ഫോക്കൽ ലെങ്ത് എത്രയാണെന്നാ തന്നിരിക്കുന്നത്? 8 മില്ലിമീറ്റർ. 8 മില്ലിമീറ്റർ നമുക്കിപ്പോ സെന്റിമീറ്ററിലേക്ക് ആക്കാം. 0.8 സെന്റിമീറ്റർ എന്ന് എഴുതി. ഓക്കെ, നെക്സ്റ്റ് പിന്നെ തന്നിരിക്കുന്നത് എന്താ? ആൻഡ് ഐ പീസ് ഓഫ് ഫോക്കൽ ലെങ്ത്. ഐ പീസ് ഓഫ് ഫോക്കൽ ലെങ്ത് എത്രയാ തന്നിരിക്കുന്നത്? 2.5. അപ്പൊ ഫോക്കൽ ലെങ്ത് ഐ പീസ് ലെങ്ത്തിന്റെ ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് ലെൻസ് 2.5 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത എന്താ തന്നിരിക്കുന്നത് നോക്കിയേ. ക്യാൻ ബ്രിങ് ആൻ ഒബ്ജക്ട് പ്ലേസ്ഡ് അറ്റ് 9 മില്ലിമീറ്റർ ഫ്രം ദ ഒബ്ജക്റ്റീവ്. അതായത് ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്ന് 9 മില്ലിമീറ്റർ ഇവിടെ ആയിട്ടാണ് എന്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, കിട്ടിയാ? ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കത് എന്താ തന്നേക്കുന്നത്? UO. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് 9 മില്ലിമീറ്റർ എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 0.9 സെന്റിമീറ്റർ. ഓക്കെ, നല്ല ഇൻട്രസ്റ്റിംഗ് ഉള്ള ഏരിയ ഒന്നും അല്ല ഈ പറയുന്നത്, എന്നാലും ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 ലെൻസ് ആണ് വരുന്നത്. അപ്പൊ 2 മിറർ ഇക്വേഷൻ ഇവിടെ എന്തായാലും വരും. നോക്കിക്കേ, ഫസ്റ്റ് ലെൻസിന്റെ ലെങ്ത്, ഒബ്ജക്റ്റ് ഇരിക്കുന്ന ലെങ്ത് നമുക്ക് UO എന്ന് പറഞ്ഞെടുക്കാം. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ
ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഈ ഡിസ്റ്റൻസ് UO എന്ന് എടുക്കാം. ഇനി ഇമേജ് ഫോം ചെയ്തിരിക്കുന്ന ഈ ഡിസ്റ്റൻസ് കണ്ട, ഇമേജ് ഫോം ചെയ്തിരിക്കുന്ന ഈ ഡിസ്റ്റൻസ് നമുക്ക് VO എന്ന് പറഞ്ഞെടുക്കാം. ഇമേജ് ഫോം ചെയ്തിരിക്കുന്ന ഈ ഡിസ്റ്റൻസ്. ഈ ഫിഗർ ക്ലിയർ ആയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ലെൻസിന്റെ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്റ്റ് ഏതാണ്? അഭിരാം പറഞ്ഞേ, സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്റ്റ് ഏതാണ്? അതിൽ നോക്കിയൊന്നും വേണ്ട, ഇതിൽ നോക്ക്. ഓക്കെ, സ്വാതി ഒന്ന് പറഞ്ഞേന്നാ. സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്റ്റ് ഏതാണ്? ഏതാണ്? ഇതാ, ഇത്. ഓക്കെ, ഇതാണ് എന്ത് സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എടുക്കാം? UE എന്ന് പറഞ്ഞെടുക്കാം ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ഇനി അച്ചിന്ത് പറ, സെക്കൻഡ് ലെൻസിന്റെ ഇമേജ് എവിടെയാ ഫോം ചെയ്തിരിക്കുന്നത്? ഇതല്ല ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് എന്ത് VE എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി D എന്ന് പറയുന്ന ലീസ്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 25. അപ്പൊ ഇത് 25 ആണെങ്കിൽ ഈ ഇമേജ് ഫോം ചെയ്തിരിക്കുന്ന ഈ ഡിസ്റ്റൻസും എന്ത് തന്നെ ആയിരിക്കും? 25 തന്നെ ആയിരിക്കും. അപ്പൊ VE ഈക്വൽ ടു 25 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. ഇത്രയും നമ്മൾ ഫിഗർ ഇന്ന് മാർക്ക് ചെയ്തു. ഇനി സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഇസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ടു ലെൻസസ്. ഈ ലെൻസിന്റെ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് നോക്കിക്കേ, V0 പ്ലസ് UE ചെയ്താൽ പോരെ? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ V0 എന്ന് പറയുന്നത് ഫസ്റ്റ് ലെൻസിന്റെ ഇമേജ് ഡിസ്റ്റൻസും സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ തന്നെ ടൈം എടുക്കും. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യാൻ നിൽക്കുക. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഇസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് ടു ലെൻസ്? ക്ലിയർ ആയെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പൊ ഇതിന്റെ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഡിസ്റ്റൻസ് ആണ്. ഫസ്റ്റ് ലെൻസിന്റെ ഇമേജ് ഡിസ്റ്റൻസ് പ്ലസ് സെക്കൻഡ് ലെൻസിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന ലെങ്ത് കിട്ടും. അതാണ് സെപ്പറേഷൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഈ ലെങ്ത് രണ്ടും കണ്ടുപിടിക്കാം. V0യും UEയും ഉണ്ടെങ്കിൽ, VOയും UEയും ഉണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ആയി. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ഇപ്പൊ ഞാൻ L എന്ന് എടുക്കണേ. L ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ VO പ്ലസ് UE എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ? VO എന്ന് പറയുന്നത് എന്താ? ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ്. ആൻഡ് UE എന്ന് പറയുന്നത് എന്താ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഐപീസ് ലെൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി VOയും വേണം UEയും വേണം. അത് നമുക്ക് തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? UO തന്നിട്ടുണ്ട്, പക്ഷെ UE തന്നിട്ടില്ല. അതുപോലെ VOയും തന്നിട്ടില്ല. VE തന്നിട്ടുണ്ട്. VE ഈക്വൽ ടു 25 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഇനി അപ്പൊ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റീസ് രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുമില്ല. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? ആലോചിച്ച് പറയണേ. അത് കണ്ടുപിടിക്കാൻ ഏത് ഫോർമുല യൂസ് ചെയ്യാം? 1/f ഈക്വൽ ടു രണ്ട് ലെൻസിന്റെ മിറർ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് VO കണ്ടുപിടിക്കാം. VO കണ്ടുപിടിക്കാനാണെങ്കിൽ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ മിറർ ഇക്വേഷൻ യൂസ് ചെയ്യാം. ലെൻസ് ഫോർമുല 1/f0 ഈക്വൽ ടു 1/v0 മൈനസ് 1/u0. ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരുടെ വാല്യൂ കിട്ടും? VO കിട്ടും. ഇനി അതുപോലെ തന്നെ നമുക്ക് UE കണ്ടുപിടിക്കണമെങ്കിൽ ഏത് ഫോർമുല യൂസ് ചെയ്താൽ മതി? ഐപീസ് ലെൻസിന്റെ ഫോർമുല യൂസ് ചെയ്യുക. 1/fe ഈക്വൽ ടു 1/ve മൈനസ് 1/ue. ഓക്കെ, ഇനി കണ്ടുപിടിക്കാമല്ല. ബാക്കിയെല്ലാം തന്നിട്ടില്ലേ? ഈ ഫോർമുല നോക്കാനാണെങ്കിൽ FO തന്നിട്ടുണ്ട്, ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് തന്നിട്ടുണ്ട്. VO ആണ് നമുക്ക് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ആൻഡ് UO തന്നിട്ടുണ്ട്, 9 മില്ലിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, 0.9 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്ന് നമുക്ക് VOയുടെ വാല്യൂ കിട്ടും. അതുപോലെ തന്നെ ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ VE തന്നിട്ടുണ്ട്, FE തന്നിട്ടുണ്ട്, UEയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഇത് രണ്ടും ഇപ്പൊ ഇവിടെ നിന്ന് UEയും ഇവിടെ നിന്ന് VOയും കിട്ടുന്നുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സെപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് ടു ലെൻസ് കിട്ടും. ഓക്കെ, ചെയ്യാൻ പറ്റുമോ നോക്ക്. പറ്റില്ലെങ്കിൽ ഞാൻ ചെയ്തു തരാം. ആദ്യം ഫിഗർ വൃത്തിയായിട്ട് വരച്ച് നന്നായിട്ട് മാർക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണോ? ഒന്നും ചെയ്യാനില്ല. പക്ഷെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ പോകും. വർക്കിംഗ് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. കോമ്പൗണ്ട്, സിമ്പിൾ, ടെലസ്കോപ്പ് ഒരെണ്ണം എന്തായാലും ചോദിക്കും. ഓക്കെ, വേഗം ചെയ്തോ. ഡയറക്റ്റ് ആണ്, വേഗം ചെയ്ത് പറഞ്ഞാൽ മതി. സൗരഭ് ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടെ. ക്യാമറ ഓൺ ചെയ്തേ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഈ ക്വസ്റ്റ്യൻ കേട്ടോ, ഞാനിപ്പോ പറഞ്ഞ ക്വസ്റ്റ്യന്. എ പേഴ്സൺ വിത്ത് നോർമൽ നിയർ പോയിന്റ് ബ്രാക്കറ്റിൽ 25 സെന്റിമീറ്റർ
എഴുതിയാ? യൂസിങ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, യൂസിങ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, യൂസിങ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഡൗട്ട് ഉണ്ടോ? അനന്തു ഓക്കെ അല്ലേ? യൂസിങ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് ഫോക്കൽ ലെങ്ത്, with objective of focal length, with objective of focal length 8 millimeter, 8 millimeter. VO value കണ്ടുപിടിച്ചാ? ഒരു മിനിറ്റ്, ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് പറയാവേ. 8 millimeter and eyepiece of focal length, eyepiece of focal length 2.5 centimeter, 2.5 centimeter, 2.5 centimeter, can bring an object, can bring an object, can bring an object, can bring an object placed at 9 millimeter, placed at 9 millimeter, placed at 9 millimeter from the objective, from the objective, from the objective in sharp focus, in sharp focus, in sharp focus. What is the separation between, what is the separation between the two lenses? What is the separation between the two lenses? And calculating the magnification of the microscope, and calculating the magnification of the microscope, calculating the magnification of the microscope. നോക്കട്ടെ നോക്കട്ടെ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വന്നു. ഓക്കെ, ഇത് ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് അതിൽ. അത് അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചില്ലേ? അപ്പൊ യുടെ വാല്യൂ നോക്കിക്കേ, 0.9 millimeter എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് 9 millimeter, that is 0.9 centimeter. ഇനി ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ, ഒന്നുകൂടെ വായിച്ചു നോക്കിക്കേ, അതിന്റെ പൊസിഷൻ എവിടെയാന്ന് നോക്കിക്കേ. അപ്പൊ UO എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, നെഗറ്റീവ് 2.7 വരില്ല. ഞാൻ ചെയ്യാം. അത് നെഗറ്റീവ് വരും. നെഗറ്റീവ് എന്ന് അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ അത് മൈനസ് ആവും. അപ്പൊ അനന്തു ചെയ്തതും കറക്റ്റ് ആണ്, പക്ഷെ മൈനസ് ആണ് വരുള്ളൂ. ഇത് മൈനസേ വരുള്ളൂ. ഇത് കറക്റ്റ് ആയ കറക്റ്റ് 0.9 മൈനസ് 0.8 ബൈ 0.72. 7.2. എന്തേ? യുവിന്റെ വാല്യൂ ഞാൻ നോക്കിയില്ല, സോറി. യുവിന്റെ വാല്യൂ കറക്റ്റാ, 2 പോയിന്റ്. ഞാൻ മറ്റേ V0 ആന്ന് ഓർത്തു. 0.അല്ല 7.2 വരും അത്. ഞാൻ ബോർഡിൽ ചെയ്യാം എന്തായാലും. 7 കിട്ടിയോ? ഇത് നെഗറ്റീവ് 2.27 അത് ഏകദേശം അത്രയും വരും. ഞാൻ ചെയ്ത് നോക്കില്ല, ചെയ്ത് നോക്കാം. ഓക്കെ, ലൈഷക്ക് കിട്ടിയ, ഗൗരിക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ബോർഡിൽ ചെയ്യാം. ഓക്കെ, കിട്ടിയിട്ടുള്ളവർ കണ്ടിന്യൂ ചെയ്തോട്ടെ. ആൻസർ കറക്റ്റ് ആണ്. ഏകദേശം V0യുടെ വാല്യൂ വരുന്നത് 7.2 സെന്റിമീറ്ററും വരും. ഇത് നെഗറ്റീവ് 2.27 സംതിങ് വരും. ഓക്കെ, ഒന്നുകൂടെ ചെയ്ത് നോക്കാം, എന്നിട്ട് പറയാം. അത് കിട്ടിയവര് കണ്ടിന്യൂ ചെയ്തോ, അല്ലാത്തവര് ശ്രദ്ധിച്ചോട്ടാ. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ്, അപ്പൊ ഇവിടെ വരെ മനസ്സിലായില്ലേ? കിട്ടാത്തവര് ശ്രദ്ധിച്ചോ. സെപ്പറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സെപ്പറേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഈ ഡിസ്റ്റൻസ് ഫസ്റ്റ് അതായത് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഇമേജ് ഡിസ്റ്റൻസ് പ്ലസ് ഐപീസ് ലെൻസിന്റെ ഒബ്ജക്റ്റീവ് ഡിസ്റ്റൻസ് കിട്ടുമെങ്കിൽ
നമുക്ക് ആൻസർ ആയി. അതിനുവേണ്ടി നമുക്ക് VO കണ്ടുപിടിക്കണം. VO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ്. ആൻഡ് UE എന്ന് പറയുന്നത് എന്താ? UE എന്ന് പറയുന്നത് എന്താ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഐപീസ് ലെൻസ്. അപ്പൊ നമുക്ക് അതിനു വേണ്ടി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്തത്. ഒബ്ജക്റ്റീവ് ലെൻസിന് ഒരു ഫോർമുല ഉണ്ട്, ഐപീസ് ലെൻസിന് ഒരു ഫോർമുല ഉണ്ട്. ഈ O വെച്ച് നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് എന്താ? ഒബ്ജക്റ്റീവ് ലെൻസിന്റെ, E എന്ന് പറയുന്ന ഐപീസ് ലെൻസിന്റെ കേട്ടോ. കിട്ടാത്തവര് ശ്രദ്ധിച്ചോ. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 1/FO ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് എത്രയാണെന്ന് വന്നിരുന്നത്? 8 മില്ലിമീറ്റർ. 8 മില്ലിമീറ്റർ അല്ലേ? ഓക്കെ, 8 മില്ലിമീറ്റർ, ദാറ്റ് ഇസ് 0.8 വരും. ഓക്കെ, ഈക്വൽ ടു 1/V0 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. V0 കണ്ടുപിടിക്കണം. മൈനസ് 1/UO. UO എന്ന് പറയുന്നത് എന്താ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഈ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. അത് നമുക്ക് തന്നിരിക്കുന്നത് 0.9 സെന്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ അതുപോലെ തന്നെ എഴുതിയത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതിയതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ റേ ഓഫ് ലൈറ്റ് പോകുന്നത് ഈ ഡയറക്ഷനിലാണെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? ഇവിടെയല്ലേ ഇരിക്കുന്നത് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പൊ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ, അതായത് ഇൻസിഡന്റ് റേ ഓഫ് ലൈറ്റ് പോകുന്നത് ഈ ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. അപ്പോ അതെന്താകും? UO എന്ന് പറയുന്നത് എന്താകും? നെഗറ്റീവ് ആവും. മനസ്സിലായ? റേ ഓഫ് ലൈറ്റ് പോകുന്നത് ഈ ഡയറക്ഷനിലാണെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇവിടെയാണ്. നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുമ്പോൾ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുക. അപ്പൊ ഈ സൈഡിലേക്ക് പോളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ റേ ഓഫ് ലൈറ്റ്, അച്ഛന്റെ സൗണ്ട് കുറച്ച് പറഞ്ഞേ, റേ ഓഫ് ലൈറ്റ് ഈ ഡയറക്ഷനിലാണെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അപ്പൊ യുഒയുടെ വാല്യൂ എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് പറയും. അപ്പൊ നമുക്ക് ഇത് എന്തായിട്ട് എടുക്കാം? -0.9. അപ്പൊ നമുക്ക് 1/0.8 ഈക്വൽ ടു 1/V0. ഇത് നമുക്ക് പ്ലസ് 1/0.9 എന്ന് എടുക്കാം. ഇനി നമുക്ക് V0 ആണ് വേണ്ടത്. സോ നമുക്ക് ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. V0. ഓക്കെ, ഇനി 1/V0 ഈക്വൽ ടു 0.9 മൈനസ് 0.8 ഡിവൈഡഡ് ബൈ 0.8 ഇൻറ്റു 0.9, ദാറ്റ് ഇസ് 0.72. ഓക്കെ, 0.72. ഇനി 0.9 മൈനസ് 0.8 എന്ന് പറയുന്നത് 0.1 ഡിവൈഡഡ് ബൈ 0.72, ദാറ്റ് ഇസ് 7.2 സെന്റിമീറ്റർ എന്ന് വരും നമ്മുടെ വിഒയുടെ വാല്യൂ. ഓക്കെ, റെസിപ്രോക്കൽ ആകുമ്പോഴത്തേക്ക് എങ്ങനെ വരും? 0.72 ബൈ 0.1, ദാറ്റ് ഇസ് 7.2 സെന്റിമീറ്റർ. ഓക്കെ, ഇനി അതുപോലെ തന്നെ സെയിം സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും കണ്ടുപിടിക്കാം. യുടെ വാല്യൂ അത്രയും കിട്ടിയോ? എത്ര കിട്ടി? 2.7 ആണോ 2.27 ആയിരുന്നോ? UE ചെയ്ത് നോക്കിയാ? വേഗം ചെയ്തു. ഗൗരിക്ക് മനസ്സിലായാ? ചെയ്തത് മനസ്സിലായാ? ഒന്നുകൂടെ പറഞ്ഞു തന്നെ. സേറക്ക് കിട്ടിയാ? ജെഫ്രിന് കിട്ടിയാ? ഓക്കെ, എവിടെ എത്തി? ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ മനസ്സിലായാ? എ പേഴ്സൺ വിത്ത് നിയർ പോയിന്റ്. നിയർ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, നിയർ പോയിന്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ലീസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അതായത് ഡിയുടെ വാല്യൂ അത് 25 ആണ്. ഡി ആണ് നിയർ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഇമേജ് ഫോം ചെയ്യുന്ന ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ നിയർ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഈ ഒരു സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ നിയർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡി തന്നിട്ടുണ്ടെങ്കിൽ വിയുടെ വാല്യൂം 25 ആണെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ഇനി നോക്കിക്കേ. യൂസിങ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് ഫോക്കൽ ലെങ്ത്. 2 ലെൻസ് ഉണ്ടാവും. ഇതൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നോ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ഉറങ്ങണമായിരുന്നു അല്ലേ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് 2 ലെൻസ് ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റീവ് ലെൻസും ഒരു ഐപീസ് ലെൻസും. ഓക്കെ, വർക്കിംഗ് മനസ്സിലാവാതെ ബൈ ഹാർട്ട് പഠിച്ചിട്ട് പോയിട്ട് ഇത് കിട്ടില്ല. 2 ലെൻസ്, ഇതിന് ഒരു ഫോക്കൽ ലെങ്ത് ഉണ്ടാവും, ഇതിന് ഒരു ഫോക്കൽ ലെങ്ത് ഉണ്ടാവും. ഇതിന് ഒബ്ജക്റ്റീവ് എന്ന് പറയും, ഇതിന് ഐപീസ് എന്ന് പറയും. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് ഇത് തന്നേക്കുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് ഫോക്കൽ ലെങ്ത് 8 മില്ലിമീറ്റർ. അപ്പൊ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത്തിന് നമുക്ക് FO വെച്ച് ഡിനോട്ട് ചെയ്യും. ഫസ്റ്റ് ലെൻസ് ഒബ്ജക്റ്റീവ്, സെക്കൻഡ് ലെൻസ് ഐപീസ് ആയിരിക്കും. അത് എപ്പോഴും അങ്ങനെ തന്നെ. ടെലസ്കോപ്പിലായാലും ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, സെക്കൻഡ് ഐപീസ്. പക്ഷെ ടെലസ്കോപ്പിൽ വെക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് വൺ വലുതും സെക്കൻഡ് വൺ ചെറുതും ആകുന്നേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല, സെയിം ഫിഗർ തന്നെ ഏകദേശം. അപ്പൊ അതിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ആൻഡ് ഐപീസ് ഓഫ് ഫോക്കൽ ലെങ്ത് 2.5. ഐപീസ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇത് സെക്കൻഡ് വൺ ആയിരിക്കും ഐപീസ്. അതിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 2.5 ആണ് തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് ക്യാൻ ബ്രിങ് ആൻ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ടു 9 മില്ലിമീറ്റർ ഫ്രം ദ ഒബ്ജക്റ്റീവ് ഇൻ ഷാർപ്പ് ഫോക്കസ്. അതായത് ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്ന് 9 മില്ലിമീറ്റർ ദൂരെയായിട്ടാണ് നമ്മുടെ എന്ത് വെച്ചേക്കുന്ന ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് UO ഈക്വൽ ടു 0.9 സെന്റിമീറ്റർ നമുക്ക് എഴുതാം. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഇമേജ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U വെച്ചും ഇമേജ് ഡിസ്റ്റൻസ് V വെച്ചും നൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് അറിയാലോ. അപ്പൊ അങ്ങനെ നമുക്ക് എഴുതാം. അപ്പൊ യുടെ വാല്യൂ കിട്ടി. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ? വാട്ട് ഇസ് എ സെപ്പറേഷൻ? ഇത് തമ്മിലുള്ള സെപ്പറേഷൻ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ എന്നാ സെപ്പറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ
തെറ്റാ വരച്ചു വെച്ചേക്കണം. പ്രിൻസിപ്പൽ ആക്സിസ് എവിടെ? രണ്ടിന്റെ അപ്പൊ ഇതിങ്ങനെ താഴ്ത്തി വരച്ചാലല്ലേ കറക്റ്റ് ആവുള്ളൂ. പൊക്കത്തോണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവും? ആ ഫിഗർ ഒന്ന് വരിക കുറച്ച് ശരി. കിട്ടിയാ? എത്ര കിട്ടി? അല്ല വാല്യൂ എത്ര കിട്ടി? യുടെ വാല്യൂ എത്ര കിട്ടി? 2.27. ആ ഫിഗർ വരിക തട്ടിക്കുട്ടി വരച്ചു വെച്ചേക്കണേ. ആൻസർ കിട്ടിയവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ. ഓക്കെ അത് കറക്റ്റാ. 2.27 അല്ലേ? ഇനി കണ്ടുപിടിച്ച അപ്പൊ ലെങ്ത് കിട്ടിയ. ഓക്കെ ഇനി ഇത് ഞാൻ ഇപ്പൊ എവിടെയാ പറഞ്ഞു നിർത്തിയത്? എല്ലാം പോയി. ഓക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മര്യാദക്ക് വരക്കാനോടാണ് പറയാൻ കിട്ടുക. അഭിരാമിന് കിട്ടിയായിരുന്നു. കിട്ടിയില്ലെങ്കിൽ ഇവിടെ വന്നിരുന്ന ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കണം. ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നോക്കി ഒരു ഇമേജ് ഉണ്ട്. ഇമേജ് തൊട്ട് ഇമേജിന്റെ ഡിസ്റ്റൻസ്, ഇതിന്റെ സെന്ററിൽ നിന്ന് ഇമേജിന്റെ ഡിസ്റ്റൻസിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെയായിട്ട് എടുക്കാം? ഇമേജ് ഡിസ്റ്റൻസ് വി അല്ലേ? ഇത് ആരുടെ ഇമേജ് ആയി ഫോം ചെയ്തേക്കണത്? അപ്പൊ വിഒ ഇതാണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? അതെന്താ വി എടുക്കാൻ പറ്റുമോ? ഐ പീസിന്റെ ഇമേജ് ആണോ ഇത് ഒബ്ജക്റ്റ് ആണോ? അപ്പൊ പിന്നെ അതെങ്ങനെ വി ആവും? യു ഇ. ഇനി ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് L = VO + UE ചെയ്താൽ പോരെ? അപ്പൊ ഫസ്റ്റ് നമുക്ക് VO കണ്ടുപിടിക്കണം. ലെങ്ത് ജസ്റ്റ് ചുമ്മാ ഞാനിപ്പോ എല്ലാം നടത്തുന്നേ ഉള്ളൂ. ഡിസ്റ്റൻസ് എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാവൂ. നമുക്ക് VO കണ്ടുപിടിക്കണം, UE കണ്ടുപിടിക്കണം, എന്നാലേ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവും. അപ്പൊ VO കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് എന്ത് ചെയ്യാ? VO കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിയാവുന്ന ഫോർമുല ഓരോ ലെൻസിന്റെയും ഫോർമുല നമുക്ക് 1/FO = 1/VO - 1/UO. ഇതിൽ നിന്നാണ് VO കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ UE കണ്ടുപിടിക്കണമെങ്കിൽ 1/FE = 1/VE - 1/UE. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അതും കണ്ടുപിടിക്കാം. ഓക്കെ ഏതാണ്? ഓണാടോ അറിയത്തില്ല. ആനന്ദോ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോ. അല്ല അതുകൂടെ കഴിഞ്ഞിട്ട് മതി. മാഗ്നിഫിക്കേഷൻ കണ്ടിട്ട് മതി. കിട്ടിയാ? സെറക്ക് കിട്ടിയാ? സെലീന എന്തായി? കിട്ടുന്നുണ്ട്. ആൻമരിയന് കിട്ടിയില്ലേ? പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞതാനല്ലേ, പിന്നെ എന്താ പ്രശ്നം? V0 കിട്ടാതെ UE കിട്ടി. ചെറിയ മിസ്റ്റേക്ക് വല്ലതും പറ്റിയതായിരിക്കും. ജെഫ്രിന് കിട്ടിയാ? ആ 88. എന്താണ് കുത്തി വരച്ച കിട്ടണത്? ചെറുതിക്ക് അവനെപ്പോഴും വിടറല്ലേ, നിന്നെ വിടാറില്ലല്ലേ? കറക്റ്റ്. ദേവമോനെ എന്താ കിട്ടിയ? ഒന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം കിട്ടും. എലൈഷക്കും കിട്ടിയ? 5 വരില്ല. നോക്കട്ടെ എവിടെ പോയി 5. ഇത് കിട്ടി. ഇതൊന്ന് സോൾവ് ചെയ്തേ ഒന്നുകൂടി ചെയ്ത് നോക്കും. ഞാൻ ചെയ്തിട്ടുണ്ട്. കിട്ടിയിട്ട് ആഡ് ചെയ്താൽ മതി. ഞാൻ ബോർഡിൽ ചെയ്തിട്ടുണ്ടെങ്കിലേ പിന്നെ നമുക്ക് എക്സാമിന് പണിയാവും. ചെയ്തു. ഇത് റെസിപ്രോക്കലൊക്കെ എടുത്തില്ല. പിന്നെന്താ എന്തോ M88 8. എം കണ്ടുപിടിച്ചില്ലേ? കണ്ടുപിടിക്കേ. 8 18 ബാക്കിയൊരു 8 അവിടെ പോയി. അഭിരാമിന് കിട്ടുന്നുണ്ടോ? ഞാനൊന്നും പറയുന്നില്ലേ?
ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയപ്പോ എക്സാമിന് ഫുള്ള് ഇരുന്നോളൂ അല്ലേ, ചെയ്തിരുന്നോളൂ അല്ലേ? എന്താ ആൻമരിയാന് ബുദ്ധിയുണ്ട്. ആ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചാൽ മതി. ഏതാണ്? ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേ നമ്മൾ ഇതിന്റെ കാര്യത്തിൽ മാത്രമല്ലേ നമ്മൾ അത് എടുക്കുന്നുള്ളൂ. ഏതാണ്? ഏത്? അതെന്തായാലും പൊക്കത്തേക്ക് വരുമല്ലോ നെഗറ്റീവ് എടുത്താലും. എന്താ യുടെ നെഗറ്റീവ് നമ്മൾ എടുക്കാത്ത എന്താണോ പ്രശ്നം? ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. എന്താ ഇതിന് കിട്ടി? യുടെ വാല്യൂ 2.27 കിട്ടുന്നില്ല. നാശ നീ സോൾവ് ചെയ്ത് നിനക്ക് എന്താ പ്രശ്നം? ഞാൻ ചെയ്തു തന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെന്താ? ഈ പോയിന്റിനൊക്കെ അങ്ങ് മാറ്റാൻ പാടില്ല. ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമെങ്കിൽ ആ പോയിന്റ് അങ്ങ് പോകുമല്ലോ. അപ്പൊ 10/25 എന്നെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആയി. അങ്ങനെ ചെയ്താ പോരെ? ചെയ്യില്ലേ? അങ്ങനെ ചെയ്തേ. അങ്ങനെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നോക്കുക ഗൗരി. അപ്പോഴേ അല്ലെ നമ്മളിങ്ങനെ ഇരിക്കും ചെയ്ത്. ആ മിസ്റ്റേക്ക് മനസ്സിലാവണല്ലോ എവിടെ പോയത്. 1/VE നെഗറ്റീവ് ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഇവിടെ നെഗറ്റീവ് ഉണ്ട്. VE നെഗറ്റീവ് ആവില്ല. നോക്കിക്കേ, ശ്രദ്ധിച്ച്. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേ ഈ ഡയറക്ഷനിലാണെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ സെന്ററിൽ നിന്ന് ഇപ്പുറത്തേക്കല്ലേ മെഷർ ചെയ്യുക. അപ്പൊ അതെന്താവും? അത് നെഗറ്റീവായി. അതാ പ്രശ്നം വന്നത്. ഏത്? നിങ്ങൾക്ക് എന്താ പ്രശ്നം? അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യും. ഈ ക്വസ്റ്റ്യൻ വന്നപ്പോ സ്വാതിമോള് വെട്ടി തീർന്നിനി ഒന്നുമില്ല. ഒരു പേജ് തീർന്നു. ഇത് കഴിഞ്ഞ് കഴിയുമ്പോ മിസ്സിനോട് പറയട്ടാ, അടുത്ത പേജ് എടുക്കാം. ഓക്കെ, നോക്കിയായില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ക്വസ്റ്റ്യൻ മനസ്സിലായിരുന്ന? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ന്യൂമറിക്കൽ ഇങ്ങനെ ചെയ്ത് പോണതിന് സൈൻ കൺവെൻഷൻ മനസ്സിലായില്ലേ അല്ലേ? മനസ്സിലായ? അത് വേണ്ട, അതിപ്പോ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട. ഈ ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇപ്പൊ കണ്ട യുഒ എന്ന് പറയുമ്പോൾ നമ്മൾ പോളിൽ നിന്ന് ഇപ്പുറത്തേക്കായിരിക്കും എല്ലാ ഡിസ്റ്റൻസ്. സൈൻ കൺവെൻഷനിൽ നമുക്ക് 4 റൂൾ ഉണ്ട്. അതിൽ പറയുന്ന റൂൾ അനുസരിച്ച് പറയാനാണെങ്കിൽ പോളിൽ നിന്നായിരിക്കും ഓൾ ദ ഡിസ്റ്റൻസസ് ആർ മെഷർഡ് ഫ്രം പോളിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യും. പോളിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് മെഷർ ചെയ്യുമ്പോൾ നോക്കിക്കോ, ഇപ്പൊ നമ്മുടെ ഇൻസിഡന്റ് റേ പോകുന്നു. ഒബ്ജക്ട് ഇതാണെങ്കിൽ റേ ഓഫ് ലൈറ്റ് ഇവിടെ നിന്ന് പോയി ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു. അപ്പൊ നോക്കിക്കോ, യുഒ എന്ന് പറയുന്ന പോളിൽ നിന്നായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. പോളിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് അല്ലേ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ്. പോളിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഇൻസിഡന്റ് റേ ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാ. അത് നെഗറ്റീവ്. അതുപോലെ തന്നെ ഇപ്പൊ വിഇ എന്ന് പറയുന്നത് നോക്കിക്കോടാ, പെൻസിൽ തന്നെ ഇത് കണ്ടോ? അതെ, ഇത് വരച്ചേക്കണതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇമേജ് ഇതാണെങ്കിൽ 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നിന്ന് പോകുന്ന ഇത് ഒബ്ജക്റ്റ് അല്ലേ, അപ്പൊ ഇവിടെ നിന്ന് പോകുന്ന ഫസ്റ്റ് റേ ഈ മിററിൽ തട്ടി ഇതിന്റെ ഫോക്കസിൽ കൂടെ പാസ് ചെയ്തു പോകും. ഓക്കെ, സെക്കൻഡ് റേ താഴെല വരച്ചത്.
പിന്നെ സെക്കൻഡ് വൺ കണ്ട, സെക്കൻഡ് വൺ എക്സാക്ട് സെന്ററിൽ കൂടെ പാസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഇവിടെ പാരലായിട്ട് പോകും. പക്ഷെ നമ്മൾ ഇങ്ങനെ വരച്ചു വരുമ്പോ ഏകദേശം കണ്ട, ഇങ്ങനെ വരച്ച് വരുമ്പോഴത്തേക്കും ഇത് കൂട്ടിമുട്ടും. സ്കെയിൽ വെച്ച് കറക്റ്റ് ആയിട്ട് വരക്കാം. ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഇത് കൂട്ടിമുട്ടും. ഇവിടെ നമുക്ക് ഇമേജ് കിട്ടും. മനസ്സിലായോ? ഒരു കൺസെപ്റ്റ് നോക്കിയാൽ മതി. രണ്ട് ലെൻസ് ഉണ്ട്, രണ്ടിനും ഒരു ഒബ്ജക്റ്റും ഒരു ഇമേജും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ലെൻസിന്റെ ഒബ്ജക്റ്റ് ഇത്, ഇമേജ് ഇവിടെ കിട്ടി. ഇനി സെക്കൻഡ് ലെൻസ് നോക്കുമ്പോൾ സെക്കൻഡ് ലെൻസിൽ ഒരു ഇമേജ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും. അപ്പൊ ഒബ്ജക്റ്റ് നമ്മൾ ഇതിന്റെ ഇമേജ് ഇതിന്റെ ഒബ്ജക്റ്റ് ആക്കി എടുക്കുന്നു, ഇമേജ് നമുക്ക് ഇവിടെ കിട്ടി. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് വിഇ. വിഇ എന്ന് പറയുന്ന ഇമേജ് ഓഫ് ദ ഐ പീസ് ലെൻസ്. ഐ പീസ് ലെൻസിന്റെ ഇമേജ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇതല്ലേ. അപ്പൊ ഇതും എഗൈൻസ്റ്റ് ദ ഇൻസിഡന്റ് റേ ആണ്. സോ അതും എന്തായിപ്പോ നെഗറ്റീവ് ആയിപ്പോ. ഓക്കെ, ജെഫ്രിന് സൈൻ കൺവെൻഷൻ ഒക്കെ മനസ്സിലായ? സൈൻ കൺവെൻഷൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതായിരുന്നു, ഈ സൈൻ കൺവെൻഷനെ പറ്റി പറഞ്ഞതായിരുന്നു. ഒന്നും നോക്കണ്ട, വർക്കിംഗ് ക്ലിയർ ആയ? സിമ്പിളാ, വർക്കിംഗ് ക്ലിയർ അല്ലേ? ഇതൊക്കെ പഠിച്ചു വെച്ചേക്കണോട്ടാ. ബൈഹാർട്ട് വരക്കാനായിട്ട് പഠിച്ചിട്ട് പോവരുത്. ഒപ്റ്റിക്സ് കണക്ഷൻ മനസ്സിലാക്കി പഠിക്കുക. എങ്ങനെയാ വരുന്നത്, ഒബ്ജക്റ്റ് എവിടെ വരുന്നു, രണ്ട് റൈസേ ആകെ വരക്കുന്നുള്ളൂ, ഒരെണ്ണം ഫോക്കസ് കൂടെ പാസ് ചെയ്യുന്നു. സൗണ്ട് കുറച്ചേ. ഓക്കെ, ഒരെണ്ണം ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നു, ഒരെണ്ണം സെന്ററിൽ കൂടെ പാസ് ചെയ്തു. ഇനി നോക്കിക്കേ, ഇതായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റ്. അടുത്ത ചാപ്റ്റർ തുടങ്ങാനല്ലേ. ഇതായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റ്. ഇതാണ് ഒബ്ജക്റ്റ് എങ്കിൽ നമുക്ക് ഒബ്ജക്ട് ഡിസ്റ്റൻസ് നമ്മൾ എവിടെ പോളിൽ നിന്നായിരിക്കും മെഷർ ചെയ്യുന്നത്. അപ്പൊ പോള് തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ്. അപ്പോൾ റേ ഓഫ് ലൈറ്റ് ഈ ഡയറക്ഷനിൽ പോകുന്നു. അടുത്തത് പോളില് റേ ഓഫ് ലൈറ്റ് ഈ ഡയറക്ഷനിൽ പോകുന്നു. ഡിസ്റ്റൻസ് നമ്മൾ പോളിൽ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യുന്നു. അപ്പൊ ഇൻസിഡന്റ് റേക്ക് എഗൈൻസ്റ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ അത് എന്തായി പോകും, നെഗറ്റീവ് ആവും. സെയിം ഡയറക്ഷനിലാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, പോസിറ്റീവ് ആവുള്ളൂ. ഈ ഡയറക്ഷനിലാണെങ്കിൽ നെഗറ്റീവ് ആവും. ഇനി ഇവിടെ കിട്ടിയ ഇമേജ് എന്ന് പറയുന്നത്, ഇവിടെ കിട്ടിയ ഇമേജും അതുപോലെ തന്നെ ഇൻസിഡന്റ് റേ, ഇതിന്റെ ഇൻസിഡന്റ് റേ ഇവിടെ നിന്ന് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. അതായത് ഈ ഒരു ഡയറക്ഷനിൽ തന്നെ ഇൻസിഡന്റ് റേ പോകുന്നത്. നമുക്ക് കിട്ടിയ ഇമേജ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇൻസിഡന്റ് റേക്ക്, അതായത് റേ ഓഫ് ലൈറ്റ് പോകുന്ന ഡയറക്ഷനിലല്ല നമുക്ക് ഒബ്ജക്ട് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് എങ്കിൽ അത് എന്തായി പോകും, നെഗറ്റീവ് ആയി പോകും. പ്രോബ്ലത്തിൽ തരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് പറയണമെന്നില്ല. നമ്മൾ ഡയറക്റ്റ് വാല്യൂ, അതാ ഞാൻ ഡയറക്റ്റ് വാല്യൂ അങ്ങനെ തന്നെ എഴുതി വെച്ചത്. നമ്മളിപ്പോ എഴുതുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ എഴുതി വെച്ചാലും മതി. പക്ഷെ ആൻസറിലേക്ക് വരുമ്പോൾ കൊടുക്കേണ്ടത് അതുപോലെ കൊടുത്തില്ലെങ്കിൽ ഫുള്ള് കുളമാവും. ഒരു പേജ് അല്ല 2-3 പേജ് വേണ്ടി വരും ചെയ്തു പോവാൻ. ഓക്കെ, സോ അധികം മാത്രമല്ല, എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അടുത്ത ചാപ്റ്റർ തുടങ്ങാനുള്ളതായിരുന്നു. ഓക്കെ, ഇനി ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, നല്ല പെട്ടെന്ന് തരും. സ്പീഡ് ഓഫ് ലൈറ്റിന്റെ മീഡിയം is 2 into 10 raised to 8 meter per second. Speed of light in a medium is 2 into 10 raised to 8 meter per second. Then find the refractive index of the medium. Find 2 into 10 raised to 8 meter per second. Find the refractive index of the medium. വേഗം കണ്ടുപിടിച്ചാൽ അധികം ടൈം എടുക്കരുത്, പെട്ടെന്ന് പറയണം കേട്ടോ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അധികം ടൈം കളയാനൊന്നുമില്ല, എല്ലാം ഡയറക്റ്റ് ആണ്. ഒന്ന് ചിന്തിച്ചാൽ കിട്ടും. ഓക്കെ, എഴുതിക്കോ. ആൻസർ കിട്ടിയില്ലേ? ഏതിന്റെ ആൻസർ ആയി പറയുന്നത്? ക്വസ്റ്റ്യൻ 2 into 10 raised to 8 meter per second. ഓക്കെ, കിട്ടിയില്ലേ? ആ ഇക്വേഷൻ ഒന്ന് ആലോചിച്ച്. അഭിരാമിന് കിട്ടിയില്ല? നമുക്ക് 2 മിനിറ്റ് നോക്കാം, ആർക്കൊക്കെ കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം ഞാൻ. ഒന്നുമില്ല, പറഞ്ഞുതരാം. ഇക്വേഷൻ പറഞ്ഞാൽ കിട്ടും പെട്ടെന്ന്. ജെഫ്രിന് കിട്ടിയില്ല? സാർക്ക് കിട്ടിയില്ല, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. ആർക്കും ഇവിടെ ഉള്ളവർക്ക് കിട്ടുമോ നോക്കട്ടെ, ആ ബാക്കിരിക്കുന്ന ചേച്ചിമാർക്കൊക്കെ കിട്ടുമോ നോക്കട്ടെ. കിട്ടിയ ആൻമരിയാണ് കിട്ടിയില്ല അല്ലേ? ചന്ദ്ര കിട്ടിയില്ല. അത്രേ ഉള്ളൂ. സയൻസ് എവിടെ നിന്ന് വന്നു? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ക്രിട്ടിക്കൽ ആംഗിൾ ആണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും കിട്ടിയില്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n equal to c/v. സയൻസ് ക്രിട്ടിക്കൽ ആംഗിൾ അല്ലേ സയൻസ് എടുക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n equal to c/v. വേഞ്ചി കിട്ടിയില്ലേ? രണ്ട് സിമ്പിൾ ആയിട്ട് 1 മാർക്കിന് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരെണ്ണം ക്രിട്ടിക്കൽ ആംഗിൾ, അത് സയൻസ് ഈക്വൽ ടു 1/n/1. ഇനി ഇപ്പൊ ചോദിക്കണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n equal to c/v. അത്രേ ഉള്ളൂ. പിന്നെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. n equal to c/v. v തന്നിട്ടുണ്ട്, സിയുടെ വാല്യൂ നമുക്കറിയാം. പിന്നെ n എന്താ?
സിയുടെ വാല്യൂ സ്പീഡ് ഓഫ് പറയുന്നില്ലേ? എന്താ നിനക്കിന്ന് പറ്റിയത്? n=c/v. c എന്താ? 3 × 10⁸. ഇനി എന്താ പ്രശ്നം നിന്റെ? v എത്ര? 2 × 10⁸. ഇത് കട്ട് ചെയ്ത് കളയാൻ പ്രശ്നമുണ്ടോ? 3/2 എന്താ? കിട്ടിയില്ല സാറാ? ആ കിട്ടി. ജെഫിന് കിട്ടിയില്ലല്ലോ. നിനക്ക് കിട്ടിയാ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സ്പീഡ് ഓഫ് ലൈറ്റിന്റെ മീഡിയം തന്നിട്ടുണ്ട്. അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരു ചെറിയ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n=c/v. ഇത് മാത്രമേ ഉള്ളൂ. സിയുടെ വാല്യൂ അറിയാലോ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. വിയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2 × 10⁸. രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 10⁸ കട്ട് ചെയ്ത് കളയാ 1/5. അത്രേ ഉള്ളൂ. ഒന്ന് ചിന്തിക്കേണ്ട പ്രശ്നമാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, കഴിഞ്ഞില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. An object of size 3 centimeter is placed. സൗരഭ് അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടാ. An object of size 3 centimeter is placed 14 centimeter 14 centimeter in front of a concave lens of focal length 21 centimeter. Describe the image. Describe the image. Describe the image. ഓക്കെ, ഫസ്റ്റ് ഇമേജ് ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം കേട്ടോ. ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി പറയാം. ഇമേജ് ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. കിട്ടോ നോക്കട്ടാ. ഞാൻ ഇപ്പൊ വരാവേ. മാഗ്നിഫൈഡ് ആണെന്നോ? ആര് വന്നില്ല? ക്വസ്റ്റ്യൻ എഴുതിയില്ല, ഉറങ്ങിയാണ്. An object of size
അല്ല ആ ക്വസ്റ്റ്യൻ തന്നെ. An object of size 3 centimeter is placed 14 centimeter in front of a concave lens. അതന്നെ ക്വസ്റ്റ്യൻ അതന്നെ. In front of a concave lens of focal length 21 centimeter. Focal length 21 centimeter. 21 centimeter. Describe the image. ഈ ക്വസ്റ്റ്യനെ ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യട്ടെ. ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം, എനിക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങാൻ പറ്റില്ല. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിയുടെ വാല്യൂ കിട്ടും. ശ്രദ്ധിച്ചേ, ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/f = 1/v മൈനസ്, ശ്രദ്ധിച്ചോ കേട്ടോ, 1/f = 1/v മൈനസ് 1/u. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വിയുടെ വാല്യൂ കിട്ടും. എഫിന്റെ വാല്യൂ എന്തായിരിക്കും? 21 എന്നല്ലേ തന്നേക്കുന്നത്, അതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അത് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിയുടെ വാല്യൂ കിട്ടും. വിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ? യു നെഗറ്റീവ് ആണ്. യു നെഗറ്റീവ് അതൊക്കെ മനസ്സിലാക്കി എഴുതിക്കോളാം. 4.2 നോക്കട്ടെ, 4.2 അല്ല, ചെയ്ത് നോക്കിക്കോ, അത് എനിക്കൊന്നും ചെയ്ത് നോക്കാനുണ്ട്. ആ വി എത്രയാ വരുന്നതെന്നാ? വി ആ ബുക്കിൽ കൊടുത്തത് 8.4 ആണ്, പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്ന് ചെയ്ത് നോക്കിക്കോ എന്ന് പറഞ്ഞത്. ഓക്കെ, ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് ചെയ്ത് നോക്കിക്കോ. അടുത്ത ക്ലാസ്സിൽ ആൻസർ പറഞ്ഞുതരാവേ. അപ്പൊ എന്താ പറഞ്ഞത് നമ്മള്? അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പൊ നമുക്ക് വിയുടെ വാല്യൂ കിട്ടും. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? ഇമേജിന്റെ സൈസ് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമേജിന്റെ സൈസ്, ഡിസ്ക്രൈബ് ദ ഇമേജ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഉദ്ദേശിച്ചത് ഡിമിനിഷ്ഡ് ആയിരിക്കോ മാഗ്നിഫൈഡ് ആയിരിക്കോ എന്നാണ് ചോദിച്ചേക്കുന്നത്. സൈസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? എന്താ കണ്ടുപിടിക്കണ്ടേ? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടും. ആ ആൻസർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇപ്പൊ എത്രയാണ് കിട്ടുന്നത്? ഇപ്പൊ 1 ചെറുത്, അങ്ങനെയാണെങ്കിൽ ആ ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിമിനിഷ്ഡ് ആയിരിക്കും. പിന്നെ വലിയ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഇമേജ് എന്തായിരിക്കും? മാഗ്നിഫൈഡ് ആയിരിക്കും. അപ്പൊ ഡിസ്ക്രൈബ് ദ ഇമേജ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റിന്റെ ടൈപ്പ് പറയാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഡിസ്ക്രൈബ് ദ ഇമേജ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഉദ്ദേശിക്കുന്നത് മാഗ്നിഫിക്കേഷൻ കണ്ടിട്ട് സൈസ് ഓഫ് ദ ഇമേജ് ആ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇമേജിന്റെ സൈസ് എത്രയാ വരുന്നതെന്ന് നോക്കുക. ഓക്കെ, അപ്പൊ സൈസ് അനുസരിച്ച് പറയാം, ഡിമിനിഷ്ഡ് ആയിരിക്കും മാഗ്നിഫൈഡ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഒന്ന് പഠിച്ചിട്ടു ആ ചാപ്റ്റർ. ഡെറിവേഷൻ ആയിരിക്കും ഇത്. ഇന്ന് ന്യൂമറിക്കൽസ് അങ്ങനെ അധികം ചോദിക്കാറില്ല, എന്നാലും ഇപ്പൊ നിങ്ങൾക്ക് വരുന്ന ഒക്ടോബറിൽ വരുന്ന എക്സാം ഇല്ലേ ടോക്കസിന്, അതിൽ ചിലപ്പോൾ ന്യൂമറിക്കൽസ് ഇടാൻ സാധ്യതയുണ്ട്. ഫൈനൽ എക്സാം നോക്കണ്ട, ഫൈനൽ എക്സാമിന് അധികം ന്യൂമറിക്കൽസ് ഫൈനൽ എക്സാമിന് ന്യൂമറിക്കൽസ് അധികം ചോദിക്കാൻ ചാൻസ് ഇല്ല. ഒപ്റ്റിക്സിൽ നിന്ന് എന്തായാലും ഡെറിവേഷനേ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ ന്യൂമറിക്കൽസ്, പിന്നെ ഈ 1 മാർക്ക് 2 മാർക്ക് ടൈപ്പ്, പിന്നെ കൂടിപ്പോയ പ്രിസത്തിന്റെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് സ്ഫെറിക്കൽ സർഫസ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്ത ഈ ടൈപ്പില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ളൂ. അല്ലാതെ വലിയ ലെവലിലേക്ക് ന്യൂമറിക്കൽസ് ചിന്തിച്ചു പോകേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഡെറിവേഷൻ എഴുതി പഠിക്കുക. എഴുതി തന്നെ പഠിക്കണേ. ഒരു പ്രാവശ്യം എഴുതി പഠിച്ചാൽ കിട്ടില്ല, മറന്നു പോകും. ഒരു 3 പ്രാവശ്യമെങ്കിലും ഒരു ഡെറിവേഷൻ എഴുതി പഠിക്കുക, അല്ലെങ്കിൽ കിട്ടത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും പോകുന്നത് നമുക്ക് എക്സാമിന് നന്നായിട്ട് മറന്നു പോകുമ്പോൾ വരുന്ന സങ്കടം ഉണ്ടാവും. നന്നായിട്ട് ഇപ്പൊ എല്ലാം എഴുതി പെർഫെക്റ്റ് ആയിട്ട് വരുമ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് പോകും ചിലപ്പോൾ ഡെറിവേഷൻ. അതുകൊണ്ട് ഡെറിവേഷന്റെ മാർക്ക് വെറുതെ കളയരുത്. അത്യാവശ്യം ഡെറിവേഷൻ പിടിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും. ചില വർഷങ്ങളിൽ നന്നായിട്ട് ഡെറിവേഷൻ ചോദിക്കും, ചില വർഷങ്ങളിൽ നന്നായിട്ട് ന്യൂമറിക്കൽസും ചോദിക്കും. അപ്പൊ നമ്മൾ ഇതിൽ ഏതിൽ പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, കഴിഞ്ഞ വർഷം ഏകദേശം അത്യാവശ്യം നല്ലൊരു പേപ്പർ ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ പേപ്പർ വലിയ പ്രശ്നമില്ലായിരുന്നു. അത്യാവശ്യം എല്ലാവർക്കും തന്നെ ഡെറിവേഷൻ ഒക്കെ പഠിച്ചിട്ട് പോയാലും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരുന്നു കഴിഞ്ഞ വർഷം വന്നത്. ഇനി ഈ വർഷം എങ്ങനെയാ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം പോവാൻ. ഡെറിവേഷൻ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ന്യൂമറിക്കൽ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എത്ര ചോദിച്ചാലും നമ്മൾ പഠിച്ച ഈ ഒരു കണ്ടന്റിൽ നിന്നല്ലേ ചോദിക്കുള്ളൂ. അപ്പൊ അതനുസരിച്ച് അത്രയും ഓക്കെ ആണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, ന്യൂമറിക്കൽസും ചെയ്തു നോക്കാം. ആ ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കാം. അടുത്ത ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ മിസ് ന്യൂമറിക്കൽസിന് സെഷൻ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതും ചെയ്യാം. ഇതിന് മുമ്പുള്ള ചാപ്റ്റേഴ്സും സമയം കിട്ടുമെങ്കിൽ ചെയ്തു പോവാം. അപ്പൊ അതിൻ്റെ ഇടക്ക് നമ്മൾ ഈ സെഷൻ വെക്കണ സമയത്ത് നിങ്ങൾ ഡെറിവേഷൻ പറഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം പോവും. അതിനു വേണ്ടി നമുക്ക് സൺഡേ വെക്കാം.
ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. വേവ് ഒപ്റ്റിക്സ്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പോവാം. ആഞ്ജലി ഇന്ന് പോകുമ്പോ ചോദിച്ചിട്ട് പോണേ ആ മെറ്റീരിയൽ ഏതാണ്. ആൻമരിയാണ് സംസാരിക്കാൻ പുതിയൊരു കമ്പനിക്കാരിനെ കൂടി കിട്ടി. ആ ഒരു മിനിറ്റ് നോക്കട്ടെ. ആ കറക്റ്റാ, അപ്പൊ കറക്റ്റാ. ഓക്കെ, അപ്പൊ ആൻസർ കഴിഞ്ഞ ക്വസ്റ്റിന്റെ ആൻസർ സ്വാതി പിടിച്ച് ഞാൻ പുറത്തറിയോട്ടാ. കഴിഞ്ഞ ക്വസ്റ്റിന്റെ ആൻസർ വി കിട്ടിട്ടാ, -8.4 കറക്റ്റാ. ആണോ? എന്നാ പിന്നെ അടുത്തൊരു കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞോ വേണമെങ്കിൽ. ഓക്കെ, അടുത്ത ചാപ്റ്റർ വേവ് ഒപ്റ്റിക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒപ്റ്റിക്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ഒരെണ്ണം റേ, ഒരെണ്ണം വേവ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒപ്റ്റിക്സിൽ നിന്ന് വേവ് ഒപ്റ്റിക്സിലേക്ക് വരാൻ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒപ്റ്റിക്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? റിഫ്ലക്ഷൻ പഠിച്ചു, റിഫ്രാക്ഷൻ പഠിച്ചു, പിന്നെ എന്തൊക്കെ പഠിച്ചു? അതിനെ റിലേറ്റ് ചെയ്യുന്ന കുറെ കണ്ടന്റ് നമ്മൾ ഒപ്റ്റിക്സിൽ പഠിച്ചു. പക്ഷെ അല്ലാതെ തന്നെ പോളറൈസേഷൻ, ഇന്റർഫെറൻസ്, ഡൈഫ്രാക്ഷൻ, ഇങ്ങനെ കുറച്ച് കണ്ടന്റ്സ് കൂടി വരുന്നുണ്ട് ഒപ്റ്റിക്സിൽ. അത് റേ ഒപ്റ്റിക്സിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തിലേക്ക് വന്നത്? വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോളറൈസേഷൻ എന്താണ്, ഡൈഫ്രാക്ഷൻ, ഇന്റർഫെറൻസ്, ഇതിന്റെയൊക്കെ ഒരു ബേസിക് ഐഡിയ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ റേ ഒപ്റ്റിക്സിന് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ വേവ് ഒപ്റ്റിക്സിലേക്ക് വന്നത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് വേവ് ഫ്രണ്ട്. ഓക്കെ, വേവ് ഫ്രണ്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വേവ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഇതിപ്പോ ഒരു പോയിന്റ് സോഴ്സ് എന്തെങ്കിലും ഒരു സോഴ്സ് ആണെന്ന് വിചാരിക്കും. ഇതിപ്പോ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാ, എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ്, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് ആണെന്ന് വിചാരിക്കാം. ഇതിൽ നിന്ന് ലൈറ്റ് ഏതൊക്കെ ഡയറക്ഷനിലേക്ക് പോവാം? ഈ പോയിന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ലൈറ്റ് ഈ ഡയറക്ഷനിൽ പോവാം, ഈ ഡയറക്ഷനിൽ പോവാം, ഈ ഡയറക്ഷനിൽ പോവാം, ഏതൊക്കെ ഡയറക്ഷനിൽ വേണമെങ്കിലും ലൈറ്റ് പോവാം. ഓക്കെ, ഒരു പോയിന്റ് സോഴ്സ് ആണ്. പോയിന്റ് സോഴ്സിൽ നിന്ന് ഒന്ന് ഇമാജിൻ ചെയ്യണേ, ഒരു പോയിന്റ് സോഴ്സ് ഒരു ബൾബാണെന്ന് വിചാരിക്കും. പോയിന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ബൾബാണെന്ന് വിചാരിക്കും. അതിൽ നിന്ന് ലൈറ്റ് ഇപ്പൊ ഏതൊക്കെ ഡയറക്ഷനിൽ വേണമെങ്കിലും എങ്ങോട്ട് പോവാം? ലൈറ്റ് പോവാം. ഓക്കെ, ഇവിടെ നിന്ന് പോകുന്ന ലൈറ്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? പല വെലോസിറ്റിയിലായിരിക്കും, സെയിം വെലോസിറ്റിയിലായിരിക്കും ലൈറ്റ് പോകുന്നതെന്ന് പറയാം. അപ്പൊ ഇതിന്റെ വെലോസിറ്റി, ഡിസ്റ്റൻസ് നമുക്കപ്പോ എങ്ങനെ എഴുതാൻ പറ്റും? ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചേക്കുന്നത്? ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഈക്വൽ ടു, എല്ലാം മറന്നിരിക്കണല്ലേ, വെലോസിറ്റി ഈക്വൽ ടു, സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇനി ഇല്ല. ഓക്കെ, വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതാം. ഇപ്പൊ നമുക്ക് ലൈറ്റിന്റെ വെലോസിറ്റി സി ആണെന്ന് പറയാം, ഡി ഈക്വൽ ടു സി ഇൻറ്റു ടി എന്ന് ജസ്റ്റ് എഴുതി. ഇത് ചുമ്മാ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇപ്പൊ ഒരു ലൈറ്റ് സോഴ്സ് ചെയ്യുന്നു, ഈ ഒരു പോയിന്റ് സോഴ്സ് ചെയ്യുന്നു, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, സെയിം വെലോസിറ്റിയിലായിരിക്കും എല്ലാ ഡയറക്ഷനിലേക്കും ലൈറ്റ് പോകുന്നത്. അല്ലാതെ ഇപ്പൊ ഒരു ഡയറക്ഷനിലേക്ക് വെലോസിറ്റി കുറച്ച് കുറഞ്ഞു പോകും, അങ്ങനെ ഉണ്ടോ? അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് പോകുന്ന ലൈറ്റ്സ് എല്ലാം സെയിം വെലോസിറ്റിയിൽ പല ഡയറക്ഷനിലേക്ക് പോകും. അത് ഈ ഡയറക്ഷനാണ് ഈ വരച്ച് കാണിച്ചേക്കുന്നത്. വെലോസിറ്റി ഈക്വൽ ടു നമുക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് എഴുതാം. അപ്പൊ ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതാം. അപ്പൊ ഡിസ്റ്റൻസ്, ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കൊടുക്കാം? വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഞാൻ ഇപ്പൊ ഈ വരച്ചേക്കുന്ന, ഇപ്പൊ ഞാൻ ഈ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വരച്ചേക്കുന്നതിന്റെ ഡിസ്റ്റൻസ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യണേ. സെയിം ഡിസ്റ്റൻസ്, എല്ലാത്തിന്റെയും ഡിസ്റ്റൻസ് സെയിം ആയിരിക്കില്ലേ? ഡിസ്റ്റൻസ് ഈക്വൽ ടു സി ഇൻറ്റു ടി, വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പൊ ഡിസ്റ്റൻസ് എല്ലാം
സെയിം ആയിരിക്കും. കറക്റ്റ് ആയിട്ട് വരക്കണേ. ഡിസ്റ്റൻസ് എല്ലാം സെയിം ആയിരിക്കും. ഇനി ഞാൻ ഈ പോയിന്റ് എല്ലാം ജോയിൻ ചെയ്തിട്ട് ഞാൻ ഒരു എൻവലപ്പ് വരക്കണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൽ നിന്ന് പോകുന്ന കൺസെപ്റ്റ് സിമ്പിൾ ആണ്. ഈ പോയിന്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് ആണ് ഈ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഈ ലൈറ്റിന്റെ ഡിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എൻവലപ്പ് വരച്ചു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വേവ് ഫ്രണ്ട് എന്ന് പറയാം. ആ വേവ് ഫ്രണ്ട് എന്ന് പറയാൻ കാര്യം, ഇനി ഈ എൻവലപ്പിലുള്ള എല്ലാ പോയിന്റ്സും നോക്കിക്കോ, എല്ലാ പോയിന്റ്സിനും സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന ഈ എൻവലപ്പ് കണ്ട, ഇതിൽ ഓരോ പോയിന്റ്സിലെയും വൈബ്രേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ വേവ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്താ? വേവ് ഫ്രണ്ട് ഇസ് എ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്. എല്ലാ പോയിന്റിനെയും കൂടി നമ്മൾ കൺക്ലൂഡ് ചെയ്ത് വരക്കുന്ന ഒരു എൻവലപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വേവ് ഫ്രണ്ട് എന്ന് പറയാ. അപ്പൊ വേവ് ഫ്രണ്ട് ഇസ് എ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ് ഹാവിംഗ് സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. അതാണ് മെയിൻ പോയിന്റ്. ഈ എൻവലപ്പ്, അതായത് ഈ വേവ് ഫ്രണ്ടിലുള്ള ഏത് പോയിന്റ്സ് എടുത്ത് നോക്കിയാലും അതിന്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് സെയിം ഫേസ് ആയിരിക്കും. എത്ര പോയിന്റ്സ് ഉണ്ടോ അത്രയും പോയിന്റ്സിന്റെ വൈബ്രേഷൻ എന്തായിരിക്കും? സെയിം ഫേസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് ടോപ്പിക്. വേവ് ഫ്രണ്ട് എന്താണെന്ന് ജസ്റ്റ് ഡിഫൈൻ ചെയ്യാനേ ചോദിക്കുള്ളൂ. എഴുതിക്കോ, വേവ് ഫ്രണ്ട്. ആ ഒരു വൺ ലൈൻ ഡെഫിനിഷനിൽ പഠിച്ചു വെച്ചേക്കാം. വേവ് ഫ്രണ്ട് ഈസ് ദ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ് ഹാവിംഗ് സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. പാക്ക് ചെയ്തിരിക്കണേ റെഡി ആയിട്ട്. ഒന്നുമില്ല, പറഞ്ഞവർക്ക് മനസ്സിലായി. എഴുതിക്കോ, എ വേവ് ഫ്രണ്ട് ഇസ് ദ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്. എ വേവ് ഫ്രണ്ട് ഇസ് ദ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്. സൗരഭെ ക്യാമറ ഓൺ ചെയ്തേ. A wavefront is the locus of all point having same phase of vibration. Material oscillation എന്നാ കൊടുത്തേക്കുന്നത്. ഓസിലേഷൻ ആയാലും വൈബ്രേഷൻ ആയാലും സെയിം തന്നെ. ഓക്കെ, ഹാവിംഗ് സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. എപ്പോ ചോദിച്ചാലും പറയാൻ റെഡി ആയിരിക്കണം. വേവ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അതിലെ മെയിൻ ഡെഫിനിഷൻ എന്താണ്? ഹാവിംഗ് സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. ആ പോയിന്റ് ഇല്ലെങ്കിൽ മാർക്ക് പോയിട്ടാ. എഴുതിയാ? A wavefront is the locus of all point having same phase of vibration. എഴുതിയില്ലേ? ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, ഈ ഒരു പോയിന്റ് ഒബ്ജക്റ്റ്, ഒരു പോയിന്റ് സോഴ്സിൽ നിന്ന് നമ്മളിപ്പോ വരച്ചത് ഒരു പോയിന്റ് സോഴ്സാ വരച്ചത് അല്ലെ? അപ്പൊ പോയിന്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഫ്രണ്ട് എങ്ങനത്തെയാണ്? ഒരൊറ്റ പോയിന്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഫ്രണ്ട് എങ്ങനത്തെയാണ്? 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പോയിന്റ് സോഴ്സിന്റെ വേവ് ഫ്രണ്ട് എന്താണ്? ലീനിയർ സോഴ്സിന്റെ വേവ് ഫ്രണ്ട് എന്താണ്? ഇങ്ങനെയൊക്കെ ചോദിക്കും. ഓരോ സോഴ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഫ്രണ്ട്. പോയിന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്താണ്? അപ്പൊ നമ്മളിപ്പോ ഇവിടെ വരച്ചതാണ് ഒരു പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ. പോയിന്റ് ഒബ്ജക്റ്റിന്റെ ലൈറ്റ് പോണേണ്. ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും ലൈറ്റ് പോവാം. ഇത് വരച്ച് കാണിക്കാനും ചിലപ്പോൾ ചോദിക്കും കേട്ടോ. ഒരു പോയിന്റ് ഒബ്ജക്റ്റിൽ നിന്ന് സെയിം വെലോസിറ്റിയിൽ ലൈറ്റ് പോകുന്നു. അപ്പൊ വെലോസിറ്റി, അപ്പൊ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻടു ടൈമിൽ നമ്മൾ ഡിസ്റ്റൻസ് എല്ലാത്തിന്റെയും സെയിം ആയിട്ട് മാർക്ക് ചെയ്ത് ഈ ഒരു പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഒരു സർക്കിൾ വരച്ചു. ഒരു സ്പെരിക്കൽ ഷേപ്പിലാണ് നമ്മൾ വരച്ചത് അല്ലെ? അപ്പൊ നമുക്ക് കിട്ടിയ ഈ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് നമുക്ക് വരച്ച വേവ് ഫ്രണ്ട് എന്ത് ഷേപ്പിലാണ് കിട്ടിയ? ഒരു സ്പെരിക്കൽ ഷേപ്പിലാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ പോയിന്റ് ഒബ്ജക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പോയിന്റ് സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് സ്പെരിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ, സ്പെരിക്കൽ വേവ് ഫ്രണ്ട് എഴുതിക്കോ. പോയിന്റ് ഒബ്ജക്റ്റ് ഓർ പോയിന്റ് സോഴ്സ് പ്രൊഡ്യൂസ് spherical wavefront. Point source produce spherical wavefront. Point source produce spherical wavefront. Wavefront എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ജോയിൻ ചെയ്തിട്ട് വരക്കുന്ന ആ ഒരു എൻവലപ്പ്, അതിനെയാണ് നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് പറയാം. ഇനി അടുത്തത് പോയിന്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പോയിന്റ് സോഴ്സ് കഴിഞ്ഞ് ഇനി ഒരു ലീനിയർ സോഴ്സ്. ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണെന്ന് വിചാരിക്കുക. ഫിഗർ വരച്ച് കാണിക്കണേ കറക്റ്റ് ആയിട്ട്. ലീനിയർ സോഴ്സ് എന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് ഈ ഡയറക്ഷനിലേക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന കാണിക്കാം, ലീനിയർ ആയതുകൊണ്ട്. ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് ഒരു എൻവലപ്പ് വരക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ഷേപ്പ് നോക്കിക്കേ. ഇത് എന്ത് ഷേപ്പാ? സിലിണ്ടറിക്കൽ. അപ്പൊ എഴുതിക്കോ, ലീനിയർ സോഴ്സ് പ്രൊഡ്യൂസ് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. ഈ ഫിഗർ വരച്ച് കാണിക്കണം കേട്ടോ. ലീനിയർ സോഴ്സ് പ്രൊഡ്യൂസ്
സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. ഓക്കെ, എഴുതിയ. അടുത്തത് പാരലൽ റേസ് അല്ലെങ്കിൽ റേസ് ഫ്രം ഇൻഫിനിറ്റി. പാരലൽ റേസ് ഓർ റേസ് ഫ്രം ഇൻഫിനിറ്റി പ്രൊഡ്യൂസ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. Parallel rays or rays from infinity produce plane wave front. Plane wave front. ഓക്കെ, അടുത്തത് പ്രിസം. പ്രിസം വരക്കാനായിരിക്കും കേട്ടോ. പ്രിസം അല്ലെങ്കിൽ ലെൻസ്, ബാക്കിയുള്ളതൊക്കെ ആയിരിക്കും 1 മാർക്കിന് ചോദിക്കുന്നത്. ഇപ്പൊ പോയിന്റ് ഒബ്ജക്ട് അല്ലെങ്കിൽ ലീനിയർ ഒബ്ജക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് വേവ് ഫ്രണ്ട് ആണ്? ലീനിയർ ഒബ്ജക്റ്റും പോയിന്റ് സോഴ്സും ആണ് ചോദിച്ചു കണ്ടേക്കുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ. പിന്നെ പ്രിസം വരക്കാനായിരിക്കും ചോദിക്കുന്നത്. പ്രിസത്തിൽ നിന്ന് വരുന്ന വേവ് ഫ്രണ്ട് എങ്ങനത്തെ ഷേപ്പിലായിരിക്കും? അത് ജസ്റ്റ് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ വരച്ച് കാണിക്കുക. ഇപ്പൊ റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ വരുന്നു, പ്രിസത്തിലേക്ക് ഒരു ലൈറ്റ് വന്നു കഴിയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? നോർമലി നമ്മൾ ഒപ്റ്റിക്സ് പഠിച്ച കേസിൽ പറയാം, എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ നടക്കും. റിഫ്രാക്ഷൻ നടന്ന് റേ ഓഫ് ലൈറ്റ് എങ്ങനെ പോകും? തിരിച്ച് വന്ന രീതിയിൽ തന്നെ ആയിരിക്കും അത് പോകുന്നത്? അല്ല, ഒന്ന് എങ്ങനെയായിരിക്കും പോകുന്നത്? ഒന്ന് ചരിഞ്ഞിട്ടായിരിക്കും പോകുന്നത്, അല്ലെ? ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇങ്ങനെ വരച്ച് കാണിച്ചാൽ മതി. പ്രിസം വരക്കുക. വേവ് ഫ്രണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് കാണിക്കാൻ വേണ്ടിയാണ് ഡിസ്റ്റൻസ് ജോയിൻ ചെയ്ത് വരക്കും. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. പ്രിസം ജസ്റ്റ് ഫിഗർ മാത്രം വരച്ച് കാണിച്ചാൽ മതി. അതായത് ഈ വരുന്ന റേ ഓഫ് ലൈറ്റ് പോകുന്ന ഡയറക്ഷൻ ആണ് കാണിക്കുന്നത്. വരുന്നത് ഇങ്ങനെയാണെങ്കിൽ പ്രിസത്തിൽ റിഫ്രാക്ഷൻ നടക്കുന്നു. അതേപോലെ തന്നെയല്ല, വന്ന രീതിയിൽ തന്നെയല്ല പോകുന്നത്, ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞാണ് പോകുന്നത്. ഓക്കെ, അടുത്തത് കോൺവെക്സ് ലെൻസ്. ലെൻസിലേക്ക് റേ ഓഫ് ലൈറ്റ് വരുന്നു. ഇത് എങ്ങനെയായിരിക്കും പോകുന്നത്? സാധാരണ നമ്മൾ എങ്ങനെയാ വരക്കുക? റേ ഓഫ് ലൈറ്റ് വരുന്നു, ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്നത് കണ്ടോ? അതെ, ഇങ്ങനെ ഒരു വേവ് ഫ്രണ്ട് ആയിരിക്കും. ആ ഡിസ്റ്റൻസ് ജോയിൻ ചെയ്ത് നമ്മൾ വരക്കുമ്പോൾ ഇങ്ങനെ ഒരു വേവ് ഫ്രണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ടെക്സ്റ്റിൽ ഫിഗർ ഉണ്ടോ എന്ന് എടുത്ത് നോക്കിയാൽ മതി. ഇതൊക്കെ ജസ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടൊന്നും ഇല്ല, ഇതിലെ തിയറി ഒന്നും നമുക്ക് പഠിക്കാനില്ല. ഈ ഫിഗർ മാത്രം എങ്ങനെയാണ് റേ ഓഫ് ലൈറ്റ് വരുന്നു, കൺവെർജ് ചെയ്ത് പോകുന്നു, ആ ലൈറ്റ് കൺവെർജ് ചെയ്ത് പോകുന്നു. അതുപോലെ തന്നെ ഇനി കോൺകേവ് ലെൻസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഡൈവേർജ് ചെയ്ത് പോകുന്നു.
അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. വരക്കാൻ മാത്രമേ ഇതിൽ നിന്ന് ചോദിക്കാറുള്ളൂ ഈ ഒരു ടോപ്പിക് കേട്ടാ. അടുത്തത് നമുക്ക് ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹൈജൻസ് പ്രിൻസിപ്പിൾ നോക്കാം. ഏതാടാ? കോൺവെക്സ് ഫിഗർ തന്നിട്ടില്ല. ജസ്റ്റ് കോൺവെക്സ് നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ഇതിൽ തന്നിട്ടില്ല. ടെക്സ്റ്റിൽ ആ ഫിഗർ ഉണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. ഇതുപോലെ തന്നെ ഡൈവേർജ് ചെയ്ത് വരുന്നേ ഉള്ളൂ റേസ്.